സർ, എന്താണ് സർ ഇത്? ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ തമ്മിൽ സംസാരിച്ചതേ ഇല്ല. എന്ത് കണ്ടീഷൻ? ഇപ്പൊ നമ്പർ 1 ആയി നിൽക്കുന്ന കമ്പനിയെ 6 മാസത്തിനകം പിന്നിലാക്കാവുന്നൊരു കണ്ടീഷൻ. അതൊരു വലിയ കാര്യമൊന്നുമല്ല. ഏതൊരു ബിസിനസ്സുകാരന്റെയും ആഗ്രഹം മാത്രം. ആനന്ദ്, അതൊന്നും അത്ര ഗൗരവത്തിലെടുക്കണ്ട. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് സൈൻ ചെയ്യൂ. സർ, ബിസിനസ്സിൽ നമ്പർ 1 കമ്പനി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനി സർ. അതായത് എന്റെ അമ്മയുടെ കമ്പനി. ആ കമ്പനിയെ 6 മാസത്തിനകം പിന്നിലാക്കി ഞാൻ ജയിച്ചു കയറണമെന്നാണോ കണ്ടീഷൻ? അത് മിസ്റ്റർ ആനന്ദ് ഒരു ബിസിനസ്സുകാരനല്ലേ? ഏതൊരു ബിസിനസ്സുകാരന്റെയും ലക്ഷ്യം വിജയമാണല്ലോ. സർ പ്ലീസ്, ഇത് ശരിയല്ല. എന്റെ എഫിഷ്യൻസി തെളിയിക്കാൻ വേണ്ടി ഇങ്ങനൊരു കണ്ടീഷൻ വെക്കുന്നത് ഞാൻ അംഗീകരിക്കില്ല. ഇത് ബിസിനസ് അല്ലേ മിസ്റ്റർ ആനന്ദ്? സ്വന്തം വിരൽ കൊണ്ട് ആരും സ്വയം കണ്ണിൽ കുത്താറില്ല സർ. എന്റെ ഈ ബിസിനസ്സിൽ ഞാൻ തോൽപ്പിക്കുന്നത് എന്റെ അമ്മയല്ലേ സർ? അമ്മ ജീവിച്ചിരിക്കുന്ന എന്റെ ദൈവമാണ്. ദൈവത്തെ നമുക്ക് ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഈ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറുക. സോറി സർ. ഇനി ഈ വിലാസിനിയുടെ കാലമല്ലേ വരാൻ പോകുന്നത്. എല്ലാ തടസ്സങ്ങളും മാറാൻ പോകുന്നു. പേടിക്കണ്ട ആന്റി. ദേ, ഇതങ്ങനെ ഉള്ളിലോട്ട് ചെന്നാൽ ഉടനെ ചാവുന്ന മരുന്നല്ല. പതിയെ പതിയെ ഉള്ളിലോട്ട് ചെന്ന് ജീവൻ എടുക്കുന്ന മരുന്ന്. സ്ലോ പോയിസൺ. ഈ മെഡിസിൻ അഖിലാണ്ടേശ്വരി മുടങ്ങാതെ കഴിക്കാറുള്ള ടോണിക്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അഖിലാണ്ടേശ്വരി ടോണിക്കാണെന്ന് കരുതി സന്തോഷത്തോടെ കഴിച്ചോളൂ. 10 ദിവസം ഇത് തുടർച്ചയായി കഴിച്ച ആന്തരിക അവയവങ്ങളൊക്കെ പതിയെ പതിയെ കേടായിക്കോളും. ഇനി 10 ദിവസം യമദേവന്റെ പുസ്തകത്തിൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന പേരെഴുതപ്പെടും. ഞാൻ എന്തൊരു മണ്ടി! കാലിന്റെ മുന്നിൽ എന്ത് തൃച്ചംബരം! അവിടെ അഖിലാണ്ടേശ്വരിയുടെ പേരിന് മുന്നിലെ തൃച്ചംബരം എന്ന തറവാട് പേര് മായുമ്പോ ഇവിടെ വിലാസിനിയുടെ പേരിന് മുന്നിൽ അത് കൂട്ടിച്ചേർക്കും. തൃച്ചംബരത്ത് വിലാസിനി. എനിക്ക് വയ്യ. വിലാസിനി, ബുദ്ധിമോശം കാണിക്കരുത്. ഒരു തെളിവും ശേഷിക്കാൻ പാടില്ല. ഇന്ന് തന്നെ ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് കളയാം. ഈ കോവിഡും കുന്തമൊക്കെ വന്നതിൽ പിന്നെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ എന്ത് തിരക്കാ!
ഇതുവരെ വന്നില്ലല്ലോ. അനിയൻകുട്ടാ, നീ മൊബൈലും കുത്തിയിരിക്കാണെന്ന് എനിക്കറിയാം. എടാ, അതിന്റെ നെറ്റ് തീരാറായിട്ടുണ്ടാവും. ചാർജ് ചെയ്യാൻ ഞാനും, തീർക്കാൻ അവനും. ഇന്ന് വല്യുഞ്ഞ് എന്താ ഇത്രയും താമസിക്കുന്നത്? നൂറ് ആയുസാട്ടോ എന്റെ വലിയുഞ്ഞിന്. ഈശ്വര, ആയുസ് ഉണ്ടാവട്ടെ. എന്താ വൈകുന്നതെന്ന് ഞാനിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആദ്യം വേഷമൊക്കെ ഒന്ന് മാറ്, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഏയ്, ചായ ഇപ്പൊ വേണ്ട കല്യാണി, നീ ഇവിടെ ഇരിക്കാം. എന്താ എന്താ വലിയുഞ്ഞിന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? പോയ കാര്യം എന്തായി? അത് ശരിയാവില്ല കല്യാണി. എന്തു പറ്റി വലിയുഞ്ഞെ? പ്രൊജക്ട് ഇഷ്ടമായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അവരുടെ ഡിമാൻഡുകൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റണ്ടേ? അതുകൊണ്ട് ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തില്ല. അമ്മയും ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന് അവരും അറിഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് കാട്ടുതീ പോലെ പടരുമല്ലോ. അമ്മയ്ക്ക് എന്നോടുള്ള തർക്കം മുതലെടുത്ത് എന്നെ കരുവാക്കി ബിസിനസ് വളർത്താനായിരുന്നു അവരുടെ ലക്ഷ്യം. അതായത് എന്റെ അമ്മയുടെ ബിസിനസ് സാമ്രാജ്യം എന്നെ കൊണ്ട് ഇല്ലാതാക്കണമെന്ന്. എങ്ങനെയുണ്ട് ഓരോരുത്തരുടെ ബുദ്ധി? അയാള് പറയുക, ഇപ്പൊ നമ്പർ 1 ആയി നിൽക്കുന്ന കമ്പനിയെ 6 മാസത്തിനകം പിന്നിലാക്കാവുന്നൊരു കണ്ടീഷൻ. അതൊരു വലിയ കാര്യമൊന്നുമല്ല. ഏതൊരു ബിസിനസ്സുകാരന്റെയും ആഗ്രഹം മാത്രം. ആനന്ദ്, അതൊന്നും അത്ര ഗൗരവത്തിലെടുക്കണ്ട. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് സൈൻ ചെയ്യൂ. സർ, ബിസിനസ്സിൽ നമ്പർ 1 കമ്പനി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതായത് എന്റെ അമ്മയുടെ കമ്പനി. ആ കമ്പനിയെ 6 മാസത്തിനകം പിന്നിലാക്കി ഞാൻ ജയിച്ചു കയറണമെന്നാണോ കണ്ടീഷൻ? അത് മിസ്റ്റർ ആനന്ദ്, ആനന്ദ് ഒരു ബിസിനസ്സുകാരനല്ലേ? ഏതൊരു ബിസിനസ്സുകാരന്റെയും ലക്ഷ്യം വിജയമാണല്ലോ. ഞാൻ എന്റെ അമ്മയ്ക്കെതിരെ പ്രവർത്തിക്കുമെന്ന് ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. 6 മാസം കൊണ്ട് അവരുടെ കമ്പനി ഞാൻ 1-ാം സ്ഥാനത്ത് എത്തിക്കണമെന്ന്. അതായത് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ഞാൻ 2-ാം സ്ഥാനത്താക്കണമെന്ന്. നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? എന്റെ പ്രോജക്റ്റിന് ഇൻവെസ്റ്ററെ കിട്ടാൻ വേണ്ടി എന്റെ അമ്മയുടെ കമ്പനിയെ ഞാൻ തകർക്കണോ? എന്താ, ഞാൻ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചാൽ നിനക്ക് വല്ല വിഷമമുണ്ടോ? എനിക്കൊരു വിഷമേ ഉള്ളൂ. ഞാൻ കാരണം ഈ മകൻ അമ്മയെ വിട്ടിറങ്ങി വന്നതിലുള്ള വിഷമം. ഇൻവെസ്റ്റർ വേറെ വരും, എനിക്കൊരു വിഷമവും ഇല്ല. അത് നമ്മുടെ അമ്മയെ തോപ്പിച്ചിട്ട് വേണ്ട. ഇപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാലും കാലങ്ങളോളം കാണാതിരുന്നാലും ഈ മനസ്സിൽ അമ്മയോടുള്ള സ്നേഹം ഓരോ പടി എന്നും കൂടുകയുള്ളൂ. ഇങ്ങനൊരു അമ്മക്കുഞ്ഞ്. അമ്മക്കിളിയുടെ താരാട്ട് കേട്ട് വളർന്ന ഞാൻ ഒരു പഞ്ചവർണ്ണ കിളിയുടെ കൂട്ടിലകപ്പെട്ടില്ലേ? അതെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണി കൂടിയുണ്ട്. അമ്മക്കുഞ്ഞ് അപ്പോഴേക്കും പോയി ഫ്രഷ് ആവാൻ നോക്ക്. ഇത് തന്നെ പറ്റിയ സമയം. ചേച്ചി, ഈ
മെഡിക്കൽ സ്റ്റോറിലൊക്കെ എന്തൊരു തിരക്കാ. പകർച്ചവ്യാധി കൂടി ആയതോടെ മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ ഒരു ഉത്സവത്തിനുള്ള ആൾക്കൂട്ടാ. ഓഹോ, എത്ര നേരം ക്യൂ നിന്നിട്ടാ ഇതൊന്ന് കിട്ടിയെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ സ്റ്റോറിൽ വിളിച്ചു പറയാന്ന്. അവരിങ്ങ കൊണ്ടെത്തിക്കുമായിരുന്നല്ലോ. വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അത് പിന്നെ ചേച്ചിയുടെ ഒരു കാര്യത്തിന് പോകുമ്പോ ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. ചേച്ചി, ഇത് തുറക്കാൻ വയ്യ. ഒരു കത്തിയോ മറ്റോ കിട്ടിയിരുന്നെങ്കിൽ. ആ ഫ്രൂട്ട്സിന്റെ ബൗളിലുണ്ട്. ഇതെന്തൊരു ടൈറ്റാ ചേച്ചി. തുറന്നു കിട്ടി. ചേച്ചി, അതെ, ഇതിൽ എത്രയാ ഒഴിക്കേണ്ടത്? അതില് 10 മില്ലി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ശരി ചേച്ചി. അഖില, നിന്നെ ഒടുക്കാനുള്ള വിഷമാണ് ഈ ഒഴിക്കുന്നത്. ചേച്ചി, കുടിക്കും. കഴിക്കേ ചേച്ചി. വൈറ്റമിന്റെ കുറവ് ശരിക്കും മുഖത്ത് അറിയാനുണ്ട്. അയ്യോ, എന്താ ചേച്ചി? ഈശ്വര, കുഴപ്പമായോ? എന്താ ഇത്? ഈ ടോണിക്കിന് പതിവില്ലാത്തൊരു ചവർപ്പുണ്ടല്ലോ. എന്റെ ദൈവമേ, കുഴപ്പമായോ? ആ ബോട്ടിൽ ഇങ്ങനെ. അയ്യോ, എന്തിനാ? ഇങ്ങെടുക്കാൻ. എന്താ ചേച്ചി? ഈശ്വര, എന്റെ മുഖഭാവം നോക്കി കാര്യങ്ങൾ ഗ്രഹിക്കാൻ വെടിക്കുക അഖില. അതിനുള്ള അവസരം കൊടുക്കരുത് നീ. ഭഗവാനെ, എല്ലാം തൊലഞ്ഞ് കാര്യങ്ങൾ കുഴപ്പത്തിലായെന്നാ തോന്നുന്നത്. ചേച്ചി പറഞ്ഞത് ശരിയാ. ഇതിനൊരു പ്രത്യേക മണോ ആണല്ലോ. എന്റെ ചേച്ചി, ഇപ്പൊ ഐസ്ക്രീം മുതൽ ചോക്ലേറ്റ് വരെ എല്ലാത്തിലും ഫ്ലേവർ ചേർക്കുമല്ലേ? അതുപോലെ വൈറ്റമിൻ ടോണിക്കിലും പല ടേസ്റ്റിലുള്ള ഫ്ലേവർ ചേർക്കുമായിരിക്കും, ഓരോരുത്തരുടെ രുചിക്ക് അനുസരിച്ച്. ചിലപ്പോ നീ പറഞ്ഞത് ശരിയായിരിക്കും. ചേച്ചി ടോണിക്ക് കുടിച്ചല്ലോ, ഇനി കുറച്ചു നേരം ഉറങ്ങിക്കോ. കൂടുതൽ റെസ്റ്റ് എടുത്താ പകുതി ക്ഷീണം മാറും. ശരി, നീ പൊയ്ക്കോ. അയ്യോ,
അണയാൻ പോകുന്ന ദീപത്തിന്റെ ആളിക്കത്തൽ കാണാൻ ഇനി 9 ദിവസം കൂടി കാത്തിരിക്കണം. ഇനി 9 ദിവസം കൂടി ഈ ടോണിക്ക് കഴിച്ച ലോകത്തെ ഒരു ഡോക്ടർക്കും നിന്നെ രക്ഷപ്പെടുത്താനാവില്ലാകില്ല. അച്ഛാ, ചേച്ചി, അനിയൻകുട്ട, നമ്മുടെ അച്ഛൻ വിളിച്ചതുപോലെ തോന്നി. എന്താ ചേച്ചി ഇത്? കുറച്ചു മുമ്പ് വല്യമാമ വിളിച്ചതല്ലേ ഉള്ളൂ. അച്ഛൻ നാട്ടിലുണ്ടെന്ന് വല്യമാമ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ചേച്ചി സങ്കടപ്പെടുന്നേ? ദേ ചേച്ചി, കരഞ്ഞാ എനിക്ക് സങ്കടം വരുവേ. ഞാൻ കാരണമല്ലേ അനിയൻകുട്ട അച്ഛൻ ഇങ്ങനൊക്കെ. ആര് പറഞ്ഞു നീ കാരണോ ദാസേട്ടൻ പോയെന്ന്?